KMIC നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം, വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം. KMIC ന്യൂസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം KMIC TV പ്രേക്ഷകർക്കും റേഡിയോ ശ്രോതാക്കൾക്കും KMIC ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ. പ്രധാന വാർത്തകൾ. അനാഥാലയങ്ങളുമായി ബന്ധപ്പെട്ട് ബാലനീതി നിയമം നടപ്പാക്കാനുള്ള സർക്കാർ ഉത്തരവ് ദുരൂഹം, യോജിച്ച പോരാട്ടത്തിന് ആഹ്വാനം. കേരള മുസ്ലിം ജമാഅത്ത് തിരുത്തൽ ശക്തിയാകുമെന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. മുസ്ലിം ലീഗ് 3 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ കൂടി പ്രഖ്യാപിച്ചു. രാഷ്ട്രീയ പ്രതിസന്ധി രൂക്ഷമാകുന്നതിനിടെ ഉത്തരാഖണ്ഡിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തി. കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടിക VM സുധീരനെതിരെ ഹൈക്കമാൻഡിന് പരാതി പ്രവാഹം. കോടികളുടെ ബാങ്ക് വായ്പ തിരിച്ചടയ്ക്കാതെ രാജ്യം വിട്ട വിജയ് മല്യക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പത്താൻകോട്ട് ഭീകരാക്രമണം, പാക് അന്വേഷണ സംഘം ഇന്ത്യയിലെത്തി. യുവത്വം നാടിന്റെ കരുത്ത് എന്ന ശീർഷകത്തിൽ SYS സംസ്ഥാന നേതാക്കൾ നയിക്കുന്ന ധർമ്മസഞ്ചാരത്തിന് മലപ്പുറം ജില്ലയിൽ 20 കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകും. ആണവ സുരക്ഷാ സമ്മേളനം, നരേന്ദ്രമോദി പാക് പ്രധാനമന്ത്രി നവാസ് ഷെരീഫിനെ സന്ദർശിച്ചേക്കും. വാർത്തകൾ വിശദമായി. അനാഥാലയങ്ങളുമായി ബന്ധപ്പെട്ട് ബാലനീതി നിയമം നടപ്പാക്കാനുള്ള സർക്കാർ ഉത്തരവ് ദുരൂഹം, അപ്രായോഗിക നിർദ്ദേശങ്ങളാണെന്ന് വ്യക്തമായിട്ടും ആരുമായും ചർച്ച നടത്താതെയാണ് സാമൂഹികനീതി വകുപ്പ് ഉത്തരവിറക്കിയത്. കേന്ദ്ര സർക്കാരിന്റെ പുതിയ ആക്ട് അനുസരിച്ചാണ് സർക്കാർ ഉത്തരവെങ്കിലും ഇതിനു മുമ്പ് തന്നെ നിയമം നടപ്പാക്കാൻ സാമൂഹികനീതി വകുപ്പ് ശ്രമം തുടങ്ങിയിരുന്നു. പാലക്കാട് ജില്ലയിലെ ഒരു അനാഥാലയവുമായി ബന്ധപ്പെട്ട കേസിലെ ഹൈക്കോടതി വിധി വന്നതിന് പിന്നാലെയായിരുന്നു ഈ നീക്കം. നിയമസഭയിൽ വിഷയം ചർച്ചയായ വേളയിൽ അപ്പീൽ പോകുമെന്നാണ് സർക്കാർ വ്യക്തമാക്കിയതെങ്കിലും മന്ത്രി MK മുനീറിന്റെ സാമൂഹികനീതി വകുപ്പ് ഇതിന് തയ്യാറായില്ല. ഓർഫനേജുകളുടെ കൂട്ടായ്മയാണ് അപ്പീലുമായി ഹൈക്കോടതിയെ സമീപിച്ചത്. അതേസമയം 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾ പഠിക്കുന്ന സ്ഥാപനങ്ങളെല്ലാം JJ ആക്ടിന്റെ പരിധിയിൽ വരുന്നതോടെ പള്ളി ദർസുകളുടെ പ്രവർത്തനവും പ്രതിസന്ധിയിലാകും. അഗതി മന്ദിരങ്ങൾ, ഹിഫ്ലുൽ ഖുർആൻ കോളേജുകൾ, ഹോസ്റ്റൽ സംവിധാനമുള്ള മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയെല്ലാം നടത്തിപ്പിനെ ഇത് ബാധിക്കും. അനാഥാലയങ്ങളെ JJ ആക്ടിന്റെ പരിധിയിൽ രജിസ്റ്റർ ചെയ്യണമെന്ന നിർദ്ദേശം വർഷങ്ങളായി ഒരു വിഭാഗം ഉയർത്തിയിരുന്നു. JJ ആക്ടിന് കീഴിൽ വരുന്ന കുട്ടികൾ പഠിക്കുന്ന സ്ഥാപനങ്ങൾ മാത്രം ഈ ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്താൽ മതിയെന്ന നിലപാടാണ് അന്ന് സർക്കാർ സ്വീകരിച്ചത്. മറ്റ് കുട്ടികളെ പാർപ്പിക്കുന്ന സ്ഥാപനങ്ങൾ ഓർഫനേജ് ആക്ടിൽ രജിസ്റ്റർ ചെയ്താൽ മതിയെന്ന് കാണിച്ച് 2012 ഫെബ്രുവരിയിൽ സർക്കാർ ഉത്തരവിറക്കുകയും ചെയ്തു. എന്നാൽ ഓർഫനേജ് ആക്ടിലെയും JJ ആക്ടിലെയും വ്യവസ്ഥകൾ ഒന്നാണെന്ന നിലയിലാണ് ഹൈക്കോടതി വിധിയുണ്ടായത്. ഈ വിധിയിലെ അവ്യക്തതകൾ നീക്കാൻ സർക്കാർ ശ്രമിച്ചതുമില്ല. ഇതിനു പകരം കേന്ദ്ര നിയമത്തിന്റെ ചുവടുപിടിച്ച് നിയമം നടപ്പാക്കാൻ നിർദ്ദേശിച്ച് സർക്കാർ ഉത്തരവിറക്കുകയായിരുന്നു. പ്രവേശം, സ്ഥാപനങ്ങളിലെ അടിസ്ഥാന സൗകര്യം ഒരുക്കൽ എന്നിവയുമായി ബന്ധപ്പെട്ടാണ് അപ്രായോഗിക നിർദ്ദേശങ്ങൾ ഏറെയുള്ളത്. ഭൂരിഭാഗം അനാഥാലയങ്ങളും പ്രവർത്തിക്കുന്നത് സാമുദായിക അടിസ്ഥാനത്തിലാണ്. ഓരോ വിഭാഗവും തങ്ങളുടെ സമുദായത്തിലെ അനാഥർക്ക് മികച്ച വിദ്യാഭ്യാസം ഉറപ്പുവരുത്താൻ ലക്ഷ്യമിട്ട് സ്ഥാപിച്ചവയാണിത്. എന്നാൽ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ മേൽനോട്ടത്തിൽ അവർ നിർദ്ദേശിക്കുന്നവരെയാകണം അനാഥാലയങ്ങളിൽ പ്രവേശനം നൽകേണ്ടതെന്നാണ് JJ ആക്ട് നിർദ്ദേശിക്കുന്നത്. 100 കുട്ടികൾക്ക് 40 ജീവനക്കാർ വേണമെന്നതാണ് മറ്റൊരു നിർദ്ദേശം. എല്ലാ സ്ഥാപനങ്ങൾക്കും ഇത് ബാധകമല്ലെന്ന മറുവാദവും ഉയർത്തുന്നുണ്ട്. അനാഥ അഗതി മന്ദിരങ്ങളുടെ പ്രവർത്തനം അട്ടിമറിക്കുന്ന തരത്തിലുള്ള ബാലനീതി നിയമത്തിലെ അപ്രായോഗിക ഉത്തരവിനെതിരെ യോജിച്ച് നീങ്ങാൻ വിവിധ മുസ്ലിം സംഘടനകൾക്ക് കീഴിലുള്ള സ്ഥാപന മേധാവികളുടെ യോഗത്തിൽ തീരുമാനം. 18 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾ പഠിക്കുന്ന അനാഥ മന്ദിരങ്ങൾ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്യണമെന്ന സർക്കാർ ഉത്തരവിനെതിരെ നിയമ നടപടികളും സർക്കാർ തലത്തിലെ നയപരമായ ഇടപെടലുകളും ഒരുമിച്ച് കൊണ്ടുപോകാനാണ് തീരുമാനം. ഉത്തരവിനെതിരെ വിവിധ സ്ഥാപനങ്ങൾ ഹൈക്കോടതിയിൽ റിട്ട് ഹർജി ഫയൽ ചെയ്യും. 15ഓളം അനാഥാഗതി സ്ഥാപനങ്ങൾ ചേർന്ന് ഒരു ഹർജി എന്ന നിലയിലാണ് ഫയൽ ചെയ്യുക. മുസ്ലിം സമുദായത്തിന് പുറമെ ഇതര സമുദായങ്ങൾ നടത്തുന്ന അനാഥ മന്ദിരങ്ങളുടെയും സഹകരണം നിയമ നടപടിക്ക് ഉറപ്പുവരുത്തും. സ്ഥാപനങ്ങൾ ചേർന്ന് നടത്തുന്ന നിയമ പോരാട്ടങ്ങൾക്ക് കേരള മുസ്ലിം ഓർഫനേജ് കോർഡിനേഷൻ കമ്മിറ്റി പിന്തുണ നൽകും. മുസ്ലിം സമുദായത്തിന് പുറമെ മറ്റു മതവിഭാഗങ്ങളുടെ പിന്തുണയോടെ ഈ മാസം 30-നുള്ളിൽ തിരുവനന്തപുരത്തെത്തി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, സാമൂഹികനീതി മന്ത്രി MK മുനീർ, വ്യവസായ മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി എന്നിവരുമായി ചർച്ച നടത്തും. സർക്കാരിന് ഈ ഉത്തരവിൽ നടത്താൻ കഴിയുന്ന ഭേദഗതികളെക്കുറിച്ചാകും ചർച്ച ചെയ്യുകയെന്നും കോർഡിനേഷൻ ഭാരവാഹികൾ പറഞ്ഞു.
ഇപ്പോഴത്തെ നിർദ്ദേശം ഒരു തരത്തിലും അംഗീകരിക്കേണ്ടെന്നാണ് യോഗ തീരുമാനം. ബാലനീതി നിയമത്തിലെ നിലവിലെ നിർദ്ദേശങ്ങൾ ഓർഫനേജ് പ്രവർത്തനങ്ങളെ പ്രതികൂലമായി ബാധിക്കുമെന്നും ഗുരുതരമായ പ്രതിസന്ധിയാണ് നിലനിൽക്കുന്നതെന്നും PT റഹീം MLA യോഗത്തിൽ പറഞ്ഞു. ഏതെങ്കിലും ഒരു മതവിഭാഗത്തെ മാത്രം ബാധിക്കുന്ന പ്രശ്നമല്ലിത്. മറ്റ് സാമുദായിക സംഘടനകളും വ്യക്തികളും നടത്തുന്ന സ്ഥാപനങ്ങളെയും കൂട്ടിയോജിപ്പിച്ചുള്ള നീക്കമാണ് വേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു. കാരന്തൂർ മർക്കസ്, സഅദിയ കാസർകോട്, JDT മുസ്ലിം ഓർഫനേജ്, മുക്കം ഓർഫനേജ് തുടങ്ങി നിരവധി സ്ഥാപനങ്ങളെ പ്രതിനിധാനം ചെയ്ത് 100-ൽ പരം പ്രതിനിധികളാണ് യോഗത്തിൽ സംബന്ധിച്ചത്. കോർഡിനേഷൻ കമ്മിറ്റി പ്രസിഡന്റ് TK പരീക്കുട്ടി ഹാജി അധ്യക്ഷത വഹിച്ചു. സുന്നി വിദ്യാഭ്യാസ ബോർഡ് സെക്രട്ടറി പ്രൊഫസർ AK അബ്ദുൽ ഹമീദ്, ഓർഫനേജ് കൺട്രോൾ ബോർഡ് മുൻ ചെയർമാൻ PC ഇബ്രാഹിം ഹാജി, VM കോയ മാസ്റ്റർ, കോർഡിനേഷൻ കമ്മിറ്റി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് M മുഹമ്മദ് തുടങ്ങിയവർ പ്രസംഗിച്ചു. മുസ്ലിം ലീഗ് 3 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ കൂടി പ്രഖ്യാപിച്ചു. ബാലുശ്ശേരിയിൽ UC രാമൻ, കുറ്റ്യാടിയിൽ പാറക്കൽ അബ്ദുള്ള, ഗുരുവായൂരിൽ യൂത്ത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് PM സ്വാദിഖലി എന്നിവരാണ് സ്ഥാനാർത്ഥികൾ. ഇരവിപുരത്തിന് പകരം ഏത് സീറ്റ് ലഭിക്കുമെന്നത് സംബന്ധിച്ച് ധാരണയാവാത്തതിനാലാണ് കുന്നമംഗലത്ത് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാത്തത്. കരുനാഗപ്പള്ളി ലഭിച്ചാൽ ലീഗ് കുന്നമംഗലം വിട്ടുകൊടുക്കേണ്ടിവരും. എന്നാൽ ചടയമംഗലമാണെങ്കിൽ കുന്നമംഗലം വിട്ടുകൊടുക്കില്ലെന്ന നിലപാടിലാണ് മുസ്ലിം ലീഗ്. രാഷ്ട്രീയ പ്രതിസന്ധി രൂക്ഷമാകുന്നതിനിടെ ഉത്തരാഖണ്ഡിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തി. സംസ്ഥാനത്തെ ക്രമസമാധാന നില തകർന്നുവെന്ന ഗവർണർ KK പോളിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയത്. മുഖ്യമന്ത്രി ഹരീഷ് റാവത്ത് നിയമസഭയിൽ നാളെ ഭൂരിപക്ഷം തെളിയിക്കാനിരിക്കെയാണ് അപ്രതീക്ഷിത നീക്കം. അതിനിടെ സ്പീക്കർ അയോഗ്യരാക്കിയതിനെതിരെ വിമത കോൺഗ്രസ് MLAമാർ സുപ്രീംകോടതിയെ സമീപിക്കും. ഈ മാസം 18-ന് ബജറ്റ് ചർച്ചയ്ക്കിടെ 9 കോൺഗ്രസ് MLAമാർ BJPക്കൊപ്പം ചേർന്ന് നിയമസഭയിൽ ഹരീഷ് റാവത്ത് സർക്കാരിനെ വീഴ്ത്താൻ ശ്രമിച്ചതോടെയാണ് ഉത്തരാഖണ്ഡിൽ രാഷ്ട്രീയ നാടകങ്ങൾക്ക് അരങ്ങൊരുങ്ങിയത്. മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ വിശ്വസ്തനുമായിരുന്ന വിജയ് ബഹുഗുണയാണ് പാളയത്തിൽ പട നയിച്ചത്. സർക്കാരിനെ തൽക്കാലം രക്ഷിച്ച സ്പീക്കർ ഹരീഷ് റാവത്തിനോട് 28-ന് ഭൂരിപക്ഷം തെളിയിക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. അതിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ രാത്രി അടിയന്തരമായി കേന്ദ്രമന്ത്രിസഭായോഗം വിളിച്ചു ചേർത്താണ് രാഷ്ട്രപതി ഭരണത്തിന് വഴിയൊരുക്കിയത്. രാഷ്ട്രപതി ഭരണത്തിന് ശുപാർശ ചെയ്യാൻ കേന്ദ്ര സർക്കാരിന് നിയമോപദേശം ലഭിച്ചതോടെ കേന്ദ്ര ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി രാഷ്ട്രപതി പ്രണബ് മുഖർജിയുമായി ചർച്ച നടത്തി. ഗവർണറുടെ റിപ്പോർട്ട് കൂടി പരിഗണിച്ച് ശുപാർശ രാഷ്ട്രപതി അംഗീകരിച്ചു. ഹരീഷ് റാവത്ത് വിമതർക്ക് കോഴ വാഗ്ദാനം ചെയ്യുന്ന ദൃശ്യങ്ങൾ വ്യാജമല്ലെന്നും ഗവർണറുടെ റിപ്പോർട്ട് പറയുന്നു. നിയമസഭ മരവിപ്പിച്ചിരിക്കുകയാണ്. വിമതരുടെ പിന്തുണയോടെ സർക്കാർ ഉണ്ടാക്കാനുള്ള നീക്കങ്ങൾ BJP നടത്തുന്നുണ്ട്. സംസ്ഥാന ഭരണം അട്ടിമറിച്ചത് കേന്ദ്ര സർക്കാരാണെന്ന് കോൺഗ്രസ് കുറ്റപ്പെടുത്തുന്നു. എന്നാൽ ഉത്തരാഖണ്ഡിലേത് കോൺഗ്രസിന്റെ ആഭ്യന്തര പ്രശ്നങ്ങളാണെന്നാണ് BJPയുടെ നിലപാട്. കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കിയതുമായി ബന്ധപ്പെട്ട് പാർട്ടി ഹൈക്കമാൻഡിന് പരാതി പ്രവാഹം. KPCC പ്രസിഡന്റ് VM സുധീരനെതിരെയാണ് പരാതികളിൽ അധികവും. ഉറച്ച സിറ്റിംഗ് സീറ്റുകളിൽ പോലും ഒന്നിലധികം പേരുകൾ നിർദ്ദേശിച്ച് സുധീരൻ പ്രവർത്തകർക്കിടയിൽ ആശയക്കുഴപ്പമുണ്ടാക്കിയിരിക്കുകയാണെന്നാണ് പ്രധാന ആരോപണം. സ്ഥാനാർത്ഥി നിർണയത്തിൽ പോലും VM സുധീരൻ പകപോക്കൽ നടത്തുകയാണെന്നാണ് പരാതികളിലെ പ്രധാന ആരോപണം. ഈ ആരോപണം ഉന്നയിച്ച് കോൺഗ്രസ് പ്രസിഡന്റ് സോണിയാഗാന്ധിക്കും വൈസ് പ്രസിഡന്റ് രാഹുൽ ഗാന്ധിക്കുമാണ് സംസ്ഥാന നേതാക്കൾ അടക്കമുള്ളവർ പരാതി അയച്ചത്. വിജയം സുനിശ്ചിതമായ പല സിറ്റിംഗ് മണ്ഡലങ്ങളിലും അവസാന നിമിഷം സുധീരൻ പുതിയ പേരുകൾ ഉൾപ്പെടുത്തിയെന്ന് സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും ലഭിച്ച പരാതികളിൽ പറയുന്നു. ഇത് പ്രവർത്തകർക്കിടയിൽ അനിശ്ചിതത്വത്തിന് ഇടയാക്കിയിട്ടുണ്ട്. മാധ്യമങ്ങളിലൂടെ ഈ പേരുകൾ പുറത്തുവന്നത് വോട്ടർമാർക്കിടയിലും ആശയക്കുഴപ്പത്തിന് വഴിവെച്ചിട്ടുണ്ട്. ചില സിറ്റിംഗ് മണ്ഡലങ്ങളിൽ MLAമാരുടെ പേര് മാത്രവും മറ്റിടങ്ങളിൽ MLAക്കൊപ്പം മറ്റു പേരുകളും ഉൾപ്പെടുത്തിയാണ് കരട് സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കിയിരിക്കുന്നത്. സിറ്റിംഗ് MLAമാർക്ക് ജയസാധ്യത ഇല്ലാത്തതുകൊണ്ടാണ് കൂടുതൽ പേരുകൾ ഉൾപ്പെടുത്തിയതെന്ന വ്യാഖ്യാനത്തിന് ഇത് വഴിവെച്ചതായാണ് ആരോപണം. ഒന്നിച്ചു നിന്ന് തിരഞ്ഞെടുപ്പിനെ നേരിടുന്നതിനു പകരം KPCC പ്രസിഡന്റ് തനിക്കൊപ്പം ആളെ ചേർക്കാനുള്ള ശ്രമമാണ് നടത്തുന്നതെന്നും തിരഞ്ഞെടുപ്പിൽ പരാജയം സംഭവിച്ചാൽ അതിൽ നിന്ന് തലയൂരാൻ VM സുധീരൻ നടത്തുന്ന ശ്രമങ്ങളുടെ തുടർച്ചയാണ് ഇപ്പോഴത്തെ നീക്കമെന്നുമാണ് ഹൈക്കമാൻഡിന് പരാതി അയച്ച നേതാക്കളുടെ നിലപാട്. VM സുധീരന്റെ ചില നിലപാടുകൾക്കെതിരെ ഗ്രൂപ്പിന് അതീതമായി മുമ്പ് ഒന്നിച്ചതുപോലെ ഗ്രൂപ്പ് വ്യത്യാസം മറന്നാണ് ഹൈക്കമാൻഡിന് പരാതി അയച്ചിരിക്കുന്നതും. കോടികളുടെ ബാങ്ക് വായ്പ തിരിച്ചടയ്ക്കാതെ രാജ്യം വിട്ട വിജയ് മല്യക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തെ കർഷകരുടെയും പാവപ്പെട്ടവരുടെയും പണമാണ് മല്യയെപ്പോലുള്ളവർ കൊള്ളയടിക്കുന്നത്. ഈ പണം തിരികെ പിടിച്ചെടുക്കുമെന്ന് മോദി പറഞ്ഞു. കോൺഗ്രസാണ് വിജയ് മല്യയെ സഹായിക്കുന്നത്. ധനികരുടെ കീശ നിറയ്ക്കുകയാണ് കോൺഗ്രസ് ചെയ്തതെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആരോപിച്ചു. വിജയ് മല്യയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പ്രധാനമന്ത്രി ആദ്യമായാണ് പ്രതികരിക്കുന്നത്. ഈ മാസം 2-നാണ് വിജയ് മല്യ വിദേശത്തേക്ക് കടന്നത്. വിവിധ ബാങ്കുകളിൽ നിന്നെടുത്ത 9,000 കോടി രൂപയുടെ ബാങ്ക് വായ്പ അടയ്ക്കാതെ കഴിഞ്ഞ മാർച്ച് 2-നാണ് മല്യ രാജ്യം വിട്ടത്.
പത്താൻകോട്ട് ഭീകരാക്രമണത്തിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാൻ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ സംഘം ഡൽഹിയിലെത്തി. ആക്രമണത്തിന് ഉത്തരവാദികളായവർക്കെതിരെ പാകിസ്ഥാൻ ഇതുവരെ സ്വീകരിച്ച നടപടികളെക്കുറിച്ച് ഇന്ത്യൻ ഉദ്യോഗസ്ഥർ ആരായും. ദേശീയ അന്വേഷണ ഏജൻസി NIA ശേഖരിച്ച തെളിവുകൾ പാകിസ്ഥാൻ സംഘവുമായി പങ്കുവെക്കും. സാക്ഷികളെ ചോദ്യം ചെയ്യാനുള്ള അനുവാദം മാത്രമേ സംഘത്തിന് ലഭിക്കൂ. സുരക്ഷാ സേനാംഗങ്ങളെ ചോദ്യം ചെയ്യാൻ ഇവർക്ക് കഴിയില്ല. പഠാൻകോട്ടിലെ വ്യോമസേനാ താവളത്തിലെ ടെക്നിക്കൽ മേഖലയിലേക്ക് പാക് സംഘത്തെ പ്രവേശിക്കാൻ അനുവദിക്കില്ലെന്ന് ഇന്ത്യൻ ഔദ്യോഗിക വൃത്തങ്ങൾ വ്യക്തമാക്കി. യുദ്ധവിമാനങ്ങളും മറ്റു സുരക്ഷാ ക്രമീകരണങ്ങളും ഉള്ളതിനാലാണ് ഇവിടേക്ക് അന്വേഷണ സംഘത്തിന് പ്രവേശനം നിഷേധിച്ചിരിക്കുന്നത്. 4ാം ആണവ സുരക്ഷാ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ അമേരിക്കയിലെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാക് പ്രധാനമന്ത്രി നവാസ് ഷെരീഫിനെ സന്ദർശിച്ചേക്കും. മാർച്ച് 31, ഏപ്രിൽ 1 തീയതികളിലാണ് സമ്മേളനം. ലോകവ്യാപകമായി ആണവ ഭീകരവാദം ഉയർത്തുന്ന വെല്ലുവിളികളിലേക്ക് നേതാക്കളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ് ഈ സമ്മേളനം. അതേസമയം ഭീകരവാദികളും മറ്റും ആണവ ഉത്പന്നങ്ങളും ആണവ സാങ്കേതികവിദ്യകളും ഉപയോഗിക്കുന്നത് തടയുന്നതിനുള്ള മാർഗ്ഗങ്ങൾ തീരുമാനിക്കുകയുമാണ് സമ്മേളനത്തിന്റെ മുഖ്യ അജണ്ട. അമേരിക്കയെ കൂടാതെ ഏപ്രിൽ 2, 3 തീയതികളിൽ മോദി സൌദി അറേബ്യയും ബെൽജിയവും സന്ദർശിക്കുന്നുണ്ട്. കഴിഞ്ഞ ഡിസംബറിൽ കാബൂളിൽ നിന്നും മടങ്ങവെ നവാസിന്റെ ജന്മദിനത്തിൽ മോദി അപ്രതീക്ഷിത പാക് സന്ദർശനം നടത്തിയിരുന്നു. എന്നാൽ അത് ഔദ്യോഗിക സന്ദർശനമല്ല എന്നായിരുന്നു ഇരു നേതാക്കളും പ്രതികരിച്ചിരുന്നത്. ഇടവേളയ്ക്കു ശേഷം വാർത്തകൾ തുടരും. SSF ജിന്ദാബാദ്, SSF ജിന്ദാബാദ്. ത്യാഗചരിതമതല്ലോ SSF ധീര പ്രയാണം. ത്യാഗചരിതമതല്ലോ SSF ധീര പ്രയാണം. പൂർവികർ പകർന്ന വീര്യം ചോർന്നിടാതെയെന്നും പൂർവികർ പകർന്ന വീര്യം ചോർന്നിടാതെയെന്നും ധീരരക്തസാക്ഷികളെ ഓർക്കുക നമ്മൾ. ധർമ്മലോകമീ കരങ്ങളാൽ തീർക്കുക നമ്മൾ. ജിന്ദാബാദ്, ജിന്ദാബാദ്. SSF ജിന്ദാബാദ്, SSF ജിന്ദാബാദ്. ജീവത്യാഗം ചെയ്ത രക്തസാക്ഷികൾ ദൂരമേറെ താണ്ടിയെങ്കിലും മറന്നിടാ. ജീവത്യാഗം ചെയ്ത രക്തസാക്ഷികൾ ദൂരമേറെ താണ്ടിയെങ്കിലും മറന്നിടാ. 40ന്റെ വിജയശൃംഗമിൽ പാദമൂന്നി നാം തോൽക്കുകില്ല ഈ പദങ്ങളിൽ. SSFുകാർ 40ന്റെ വിജയശൃംഗമിൽ പാദമൂന്നി നാം തോൽക്കുകില്ല ഈ പദങ്ങളിൽ. SSFുകാർ തീർത്തെളി. വാർത്തകൾ തുടരുന്നു. സംഘടനാ വാർത്തകൾ. ഭരണാധികാരികളുടെ ജനവിരുദ്ധ നിലപാടുകൾക്കെതിരെ തിരുത്തൽ ശക്തിയായി കേരള മുസ്ലിം ജമാഅത്ത് നിലകൊള്ളുമെന്ന് സംസ്ഥാന പ്രസിഡന്റ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞു. കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന സാരഥികൾക്ക് മഞ്ചേരി പൌരാവലി നൽകിയ സ്വീകരണ സമ്മേളനത്തിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. ജനവിരുദ്ധമാണെങ്കിൽ ഭേദഗതി വരുത്താൻ സർക്കാർ മടി കാണിക്കരുത്. രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടി നിയമനിർമ്മാണം നടത്താൻ അയക്കപ്പെട്ടവരാണ് എന്ന തിരിച്ചറിവ് രാഷ്ട്രീയ പാർട്ടി നേതൃത്വത്തിന് വേണം. സർക്കാർ ചെയ്യേണ്ടത് ചെയ്തില്ലെങ്കിൽ നിയമം കയ്യിലെടുക്കാതെ പ്രതിഷേധിക്കാനും നടപ്പാക്കണമെന്ന് ആവശ്യപ്പെടാനും മുസ്ലിം ജമാഅത്ത് മുൻനിരയിലുണ്ടാവും. ബാല്യനീതി നിയമവുമായി ബന്ധപ്പെട്ട ഹൈക്കോടതിയുടെ പുതിയ നിർദ്ദേശം കേരളത്തിലെ ആയിരക്കണക്കിന് അനാഥശാലകളെ പ്രതികൂലമായി ബാധിക്കും. ഇത് നടപ്പിലാക്കണമെന്ന് സർക്കാർ വാശി പിടിക്കരുത്. ഇതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. കോടതി ഉത്തരവിനെതിരെ സംസ്ഥാന സർക്കാർ അപ്പീൽ പോകണം. ഗെയിൽ വാതക പൈപ്പ് ലൈൻ പദ്ധതി ജനവാസ മേഖലകളെ ഒഴിവാക്കിക്കൊണ്ടായിരിക്കണം. ഇക്കാര്യത്തിലുള്ള ജനങ്ങളുടെ ആശങ്ക അകറ്റണം. ഭരിക്കുന്നത് ആരെന്ന് നോക്കിയല്ല മുസ്ലിം ജമാഅത്ത് നയനിലപാടുകൾ പറയുന്നത്. ആരായാലും കണ്ണ് തുറക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. രാഷ്ട്രീയ പ്രവർത്തകർ ഇവിടെ രാജ്യം ഭരിക്കുന്നവരാണ്. ഭരണപക്ഷവും പ്രതിപക്ഷവും രണ്ടും രാജ്യം ഭരിക്കുന്നവരാണ് എന്ന് അവർ കരുതണം. രണ്ടു വിഭാഗവും, ഒരു വിഭാഗം ഇവിടെ നിയമമുണ്ടാക്കാനും മറുഭാഗം
ഏത് നിയമമുണ്ടായാലും അതിനെ ചോദ്യം ചെയ്യാനും ഉള്ളതാണ് എന്ന ധാരണ രാഷ്ട്രീയക്കാർ അവസാനിപ്പിക്കണം. രാജ്യത്തിന് നന്മയുള്ളത് നിയമനിർമ്മാണം നടത്തുകയും അത് സത്യമാണെന്ന് തോന്നിയാൽ ഏത് പ്രതിപക്ഷമായാലും അവരംഗീകരിച്ചു കൊടുക്കണം. അല്ല, ഞങ്ങൾ കൊണ്ടുവന്നത് ശരിയല്ല എന്ന് പ്രതിപക്ഷം പറയുമ്പോൾ അതാണ് ശരിയെന്ന് തോന്നിയാൽ കൊണ്ടുവന്ന നിയമത്തിൽ ഭേദഗതി വരുത്താൻ ഭരിക്കുന്ന കക്ഷികൾ ഒരിക്കലും മടികാണിക്കരുത്. സുന്നികളുടെ യോജിപ്പിനെക്കുറിച്ച് ഇപ്പോൾ ചിലർ സംസാരിക്കുന്നത് സ്വാഗതാർഹമാണ്. എന്നാൽ അത് തിരഞ്ഞെടുപ്പ് വരെയുള്ള ആവശ്യമായി മാത്രമായി മാറരുതെന്നും അദ്ദേഹം പറഞ്ഞു. സമസ്ത കേന്ദ്ര മുശാവറ വൈസ് പ്രസിഡന്റ് സയ്യിദ് അലി ബാഫഖി തങ്ങൾ പ്രാർത്ഥന നടത്തി. സമസ്ത പ്രസിഡന്റ് ഇ സുലൈമാൻ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്തു. കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ പ്രസിഡന്റ് സയ്യിദ് യൂസുഫുൽ ജിലാനി വയലത്തൂർ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി, വൈസ് പ്രസിഡന്റ് പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ, സെക്രട്ടറി എൻ അലി അബ്ദുള്ള, കെ പി അബൂബക്കർ മുസ്ലിയാർ പട്ടുവം, കൂറ്റമ്പാറ അബ്ദുറഹ്മാൻ ദാരമി, CPM ജില്ലാ സെക്രട്ടറി PP വാസുദേവൻ, CPI ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് ബാലകൃഷ്ണൻ, BJP ദേശീയ നിർവാഹക സമിതി അംഗം C വാസുദേവൻ, INL സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രൊഫസർ AP അബ്ദുൽ വഹാബ് തുടങ്ങിയവർ പ്രസംഗിച്ചു. യുവത്വം നാടിന്റെ കരുത്ത് എന്ന ശീർഷകത്തിൽ SYS സംസ്ഥാന നേതാക്കൾ നയിക്കുന്ന ധർമ്മസഞ്ചാരത്തിന് മലപ്പുറത്ത് 20 കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകും. കഴിഞ്ഞ 24-ന് മഞ്ചേശ്വരത്തു നിന്നും ആരംഭിച്ച ധർമ്മസഞ്ചാരം ഏപ്രിൽ 1-2 തീയതികളിലാണ് മലപ്പുറം ജില്ലയിലെത്തുന്നത്. വിദ്യാഭ്യാസം, തൊഴിൽ, രാഷ്ട്രീയ, സാംസ്കാരിക വൈജാത്യങ്ങൾ, സാമ്പത്തിക സാഹചര്യങ്ങൾ, മാധ്യമ സ്വാധീനം എന്നിവ പരിഗണിച്ച് കേരളീയ യൗവനത്തിന് പുതിയ അജണ്ട രൂപപ്പെടുത്തുകയാണ് ധർമ്മസഞ്ചാരം ലക്ഷ്യമാക്കുന്നത്. അരാഷ്ട്രീയവൽക്കരണത്തെ ചെറുക്കുന്നതിനും രാഷ്ട്രീയ പ്രബുദ്ധതയും നിലപാടുകളുമുള്ള യുവത്വത്തെ രൂപപ്പെടുത്തുന്നതിനുമുള്ള കർമ്മ പദ്ധതികൾ ധർമ്മസഞ്ചാരം മുന്നോട്ടുവെക്കും. സാമൂഹ്യ തിന്മകൾക്കും അവകാശ ലംഘനങ്ങൾക്കും ആദർശ ചൂഷണങ്ങൾക്കും ഭരണകൂട ഭീകരതയ്ക്കുമെതിരെയുള്ള പോരാട്ടങ്ങൾക്ക് യുവതയെ സജ്ജമാക്കും. പരിസ്ഥിതി സംരക്ഷണം, സേവനം, കുടുംബ സംസ്കരണം, പ്രബോധനം, ആദർശ സംരക്ഷണം തുടങ്ങിയ മേഖലകളിൽ സംസ്ഥാന കൌൺസിൽ അംഗീകരിച്ച നയരേഖ അടിസ്ഥാനമാക്കിയുള്ള കർമ്മ പദ്ധതികൾ നടപ്പിലാക്കും. ന്യൂ ജനറേഷൻ തിരുത്തെഴുതുന്നു എന്ന പ്രമേയത്തിൽ ഏപ്രിൽ മെയ് മാസങ്ങളിൽ നടക്കുന്ന SSF യൂണിറ്റ് സമ്മേളനങ്ങൾ വിളംബരം ചെയ്ത് സംസ്ഥാന കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ധർമ്മജാഗരണ യാത്രയുടെ കോഴിക്കോട് ജില്ലയിലെ സ്വീകരണങ്ങൾക്ക് അന്തിമ രൂപമായി. ഏപ്രിൽ 1-ന് പെരുമ്പാവൂർ, മഞ്ചേശ്വരം എന്നിവിടങ്ങളിൽ നിന്ന് ആരംഭിക്കുന്ന യാത്ര ഏപ്രിൽ 8-ന് രാമനാട്ടുകരയിലാണ് സമാപിക്കുക. ഏപ്രിൽ 4-ന് തിങ്കളാഴ്ച കോഴിക്കോട് ജില്ലയിലെത്തുന്ന യാത്രയെ ജില്ലാതിർത്തിയായ അഴിയൂരിൽ നിന്ന് സ്വീകരിച്ചാനയിക്കും. വൈകിട്ട് 3-ന് വടകരയിലാണ് ആദ്യ സ്വീകരണം. സമസ്ത കേന്ദ്ര മുശാവറ അംഗം VPM ഫൈസി വില്യാപ്പള്ളി ഉദ്ഘാടനം ചെയ്യും. ഏപ്രിൽ 8-ന് രാമനാട്ടുകരയിൽ നടക്കുന്ന സമാപന സമ്മേളനം അഖിലേന്ത്യാ സുന്നി ജമിയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്യും. വിവിധ സ്വീകരണ കേന്ദ്രങ്ങളിൽ NV അബ്ദുറസാഖ് സഖാഫി, PA മുഹമ്മദ് ഫാറൂഖ് നൈമി അൽ ബുഖാരി, മുഹമ്മദ് അലി കിനാലൂർ തുടങ്ങിയവർ മുഖ്യപ്രഭാഷണം നടത്തും. മുഴുവൻ കേന്ദ്രങ്ങളിലും ധർമ്മസംഘം റാലി നടക്കും. സിറാജ് ദിനപത്രത്തിന്റെ പുതിയ സംരംഭമായ സിറാജ് മജ്ലിസിന് ദുബായിൽ നടന്ന പ്രൌഢമായ ചടങ്ങിൽ തുടക്കമായി. ആനുകാലിക സാമൂഹിക, സാംസ്കാരിക, സാമ്പത്തിക രംഗത്തെ ചിന്തകളും ആശയങ്ങളും വായനക്കാരുമായി പങ്കുവെക്കുന്നതിലാണ് സിറാജ് മജ്ലിസ് ശ്രദ്ധയൂന്നുക. മുൻ സോളിസിറ്റർ ജനറലും സുപ്രീംകോടതി ജഡ്ജിയും മുൻ കർണാടക ലോകായുക്ത ജസ്റ്റിസുമായ N സന്തോഷ് ഹെഗ്ഡെ സിറാജ് മജ്ലിസ് ഉദ്ഘാടനം ചെയ്തു. കർണാടക ആരോഗ്യമന്ത്രി UT ഖാദർ, കർണാടക വനം മന്ത്രി രാംനാഥ് റായ് എന്നിവർ ആശംസയർപ്പിച്ചു. സിറാജ് അഡ്മിനിസ്ട്രേഷൻ മാനേജർ അബ്ദുൽ അസീസ് സഖാഫി മമ്പാട് അധ്യക്ഷത വഹിച്ചു. എഡിറ്റർ ഇൻചാർജ് KM അബ്ബാസ് സ്വാഗതം പറഞ്ഞു. ഡയറക്ടർ ഹമീദ് ഈശ്വരമംഗലം ആമുഖം നടത്തി. AP അബ്ദുൽ ഹക്കീം അസ്ഹരി, സിറാജ് മാനേജിംഗ് എഡിറ്റർ ഷെരീഫ് കാരശ്ശേരി, ഡയറക്ടർമാരായ AK അബൂബക്കർ മൗലവി കട്ടിപ്പാറ, ഷമീർ അവേലം, യൂസുഫ് അൽഫല, ഇക്ബാൽ അബ്ദുൽ ഹമീദ് തുടങ്ങിയവർ സംബന്ധിച്ചു. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അനാഥാലയങ്ങളുമായി ബന്ധപ്പെട്ട് ബാലനീതി നിയമം നടപ്പാക്കാനുള്ള സർക്കാർ ഉത്തരവ് ദുരൂഹം, യോജിച്ച പോരാട്ടത്തിന് ആഹ്വാനം. കേരള മുസ്ലിം ജമാഅത്ത് തിരുത്തൽ ശക്തിയാകുമെന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. മുസ്ലിം ലീഗ് 3 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ കൂടി പ്രഖ്യാപിച്ചു. കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടിക VM സുധീരനെതിരെ ഹൈക്കമാൻഡിന് പരാതി പ്രവാഹം. രാഷ്ട്രീയ പ്രതിസന്ധി രൂക്ഷമാകുന്നതിനിടെ ഉത്തരാഖണ്ഡിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തി. പത്താൻകോട്ട് ഭീകരാക്രമണം, പാക് അന്വേഷണ സംഘം ഇന്ത്യയിലെത്തി.
കോടികളുടെ ബാങ്ക് വായ്പ തിരിച്ചടയ്ക്കാതെ രാജ്യം വിട്ട വിജയ് മല്യക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആണവ സുരക്ഷാ സമ്മേളനം നരേന്ദ്രമോദി പാക് പ്രധാനമന്ത്രി നവാസ് ഷെരീഫിനെ സന്ദർശിച്ചേക്കും. യുവത്വം നാടിന്റെ കരുത്ത് എന്ന ശീർഷകത്തിൽ SYS സംസ്ഥാന നേതാക്കൾ നയിക്കുന്ന ധർമ്മസഞ്ചാരത്തിന് മലപ്പുറം ജില്ലയിൽ 20 കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകും. ഇതോടെ KMIC ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. അടുത്ത ന്യൂസ് ബുള്ളറ്റിൻ സൗദി സമയം രാത്രി 10:30, തുടർന്ന് നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 7 മണിക്ക്. ന്യൂസുകൾ അയക്കേണ്ട വിലാസം KMIC News Time@gmail.com. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.